ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z Ticksന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും ഈ മാസം അപേക്ഷിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ മാസം എക്സ്പയറി ആകുന്ന കുറച്ച് വേക്കൻസികളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരുമിച്ച് പല ആളുകൾക്കും അത് അപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് അപേക്ഷിക്കാമെന്നുള്ളതൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. അവരുടെ ഈ ഒരു തസ്തികയിലേക്ക് അവസാന തീയതി എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു ഷെയർ കാരണം ഒരാൾക്കെങ്കിലും ഒരു ജോലി, സർക്കാർ ഉദ്യോഗം, ഒരു സ്വപ്ന ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെല്ലാം കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത്തരത്തിലുള്ള സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ജോബ് ന്യൂസുകളും അതുപോലെ ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ. ഒന്നാമത് നമുക്കറിയാം, ഇന്ത്യൻ റെയിൽവേയിൽ RRC വിളിച്ചിരുന്നു ഗ്രൂപ്പ് ഡി 1,00,000 തസ്തികകളുമായിട്ട് RRCയിലേക്ക് ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് ഒരു അപേക്ഷ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാന തീയതി 12/4/2019 ഇനി ആകെ 1-2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അപേക്ഷിക്കാൻ മറന്നവരും അതുപോലെ ലാസ്റ്റ് അപേക്ഷിക്കാമെന്ന് വെച്ചവരൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. 12/4/2019 അവസാന തീയതി. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികയായിരുന്നു. 18-33 വയസ്സാണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ വരുന്നത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ UDC പോസ്റ്റിലേക്ക് 1934 ഒഴിവുകളുമായി ഒരു വേക്കൻസി വന്നിരുന്നു. 18-27 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികയായിരുന്നു. 5,200 മുതൽ 20,200 വരെയാണ് ഇതിലേക്ക് വരുന്ന ശമ്പളം. +2 യോഗ്യതയും ഡിഗ്രി യോഗ്യതയും ഉള്ളവർക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികയായിരുന്നു. അപ്പോൾ അതിലേക്ക് ആർക്കെങ്കിലും അപേക്ഷിക്കാനുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്നിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്തൊക്കെ ലഭിക്കുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിൻ്റെ എത്ര എണ്ണം ഉണ്ട്, അതുപോലെ എന്താണ് തസ്തിക, എന്താണ് ഡേറ്റ് എന്നൊക്കെ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ അതിൽ നോക്കാവുന്നതാണ്. പിന്നെ തമിഴ്നാട് പോലീസിൽ SI തസ്തികയിൽ 969 ഒഴിവുകളുമായി ഒരു വേക്കൻസി വന്നിരുന്നു. 969 ഒഴിവുകളാണ്. 20-28 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. 36,900 സാലറി സ്റ്റാർട്ടിങ്. 1,16,600 വരെയുണ്ട് ആ സാലറി. 36,900 1,16,600 വരെയാണ് സാലറി വരുന്നത്. ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 19/4/2019 അവസാന തീയതി. എല്ലാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. പിന്നെ വരുന്ന SBIയിൽ PO തസ്തികയിലേക്ക് വിളിച്ചിരുന്നു. 2000 വേക്കൻസികളുണ്ട്. 21-30 വരെയാണ് വയസ്സ്. അപ്പോൾ ബാങ്ക് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് നല്ലൊരു അവസരമാണ്. SBI ഉണ്ട്, IDBIയിലുണ്ട്. അപ്പോൾ SBIയിൽ 30,000 സാലറിയും ഡിഗ്രി യോഗ്യതയാണ് ഉണ്ടായിരിക്കേണ്ടത്. 22/4/2019 അവസാന തീയതി. PO ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 2000 വേക്കൻസികളുമായിട്ടാണ് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിളിച്ചിരിക്കുന്നത്. 21-30 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. പിന്നെ IDBIയിൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് 300 വേക്കൻസികളുമായി പുതിയൊരു വിജ്ഞാപനം വന്നിരുന്നു. 20-25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 22,000+ ആണ് ഇതിലേക്ക് വരുന്ന സാലറി. ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ. 15/4/2019 അവസാന തീയതി വരുന്നത്. ഇപ്പോൾ ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് ഒഴിവുകൾ വന്നിട്ടുണ്ടായിരുന്നു, SBIയുടെയും IDBIയുടെയും. പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡിഫറൻറ്റ് പോസ്റ്റിലേക്ക് വിവിധ തസ്തികളായി 275 ഒഴിവുകൾ വന്നിരുന്നു. അതിന് 18-35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളായിരുന്നു. 40,000+ ആണ് ഇതിലേക്ക് വരുന്ന സാലറി. +2 യോഗ്യതയും ഡിഗ്രി യോഗ്യതയും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തിക തന്നെയായിരുന്നു. 25/4/2019 ഇതിലേക്ക് വരുന്ന അവസാന തീയതി. അപേക്ഷിക്കേണ്ട അവസാന തീയതി 25/4/2019. പിന്നെ വരുന്നത് ഫാക്ടിൽ ഫീൽഡ് അസിസ്റ്റന്റ് ഇന്റർവ്യൂ ബേസ് ആയിട്ടൊരു പോസ്റ്റ് വന്നിരുന്നു. കേരളത്തിലെ ഇന്റർവ്യൂ 17/4/2019. ഇപ്പോൾ ഫാക്ടിൽ പൊതുമേഖലാ സ്ഥാപനമായ ഫാക്ടിൽ ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇന്റർവ്യൂ ബേസിൽ, റിട്ടേൺ ടെസ്റ്റ് അല്ല, ഇന്റർവ്യൂ ബേസിലാണ് ആളുകൾ എടുക്കുന്നത്. 15 ഒഴിവുകളുള്ളത്. 18-35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 18,000+ ആണ് ഇതിലേക്ക് വരുന്ന സാലറി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ഡിഗ്രിയാണ് യോഗ്യത, ഡിഗ്രി ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓരോന്നും വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ജോബ് ന്യൂസുകളും അതുപോലെ വേക്കൻസികളൊക്കെ വരുമ്പോൾ ഉടനെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റേ വീഡിയോ കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.